ഹലോ, വെൽക്കം ടു Platters. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില്ലി ചിക്കനാണ്. ഇത് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്നേക്കാളും ടേസ്റ്റിൽ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഡെലീഷ്യസ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു 1/2 കിലോ ബോണുള്ള ചിക്കനാണ്. നിങ്ങളുടെ കയ്യിൽ ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ബോൺ ഉള്ളതായാലും ഇല്ലാത്തതായാലും ടേസ്റ്റിന് ഒരു വ്യത്യാസം വരില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. പിന്നെ ഈ കോൺഫ്ലോറും മൈദയും നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും. ഈ കശ്മീരി മുളക് പൊടി തന്നെ വേണമെന്നില്ല കേട്ടോ, നോർമലായിട്ടുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. ഈ കശ്മീരി ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ ചിക്കനിന് കുറച്ച് കളർ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ചിക്കനിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളിതിൻ്റെ പകുതി ചിക്കനാണ് എടുക്കണമെങ്കിൽ 1 ടീസ്പൂൺ സോയാ സോസ് മതിയാവും. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർക്കാം. നിങ്ങൾക്ക് മുട്ട ഇഷ്ടമില്ലെങ്കിൽ നിർബന്ധമില്ല കേട്ടോ, പക്ഷേ മുട്ട ഒരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മൈദയും കോൺഫ്ലോറൊക്കെ കൂടി ചിക്കനായിട്ട് നന്നായി കോട്ടാവാൻ മുട്ട സഹായിക്കും. അപ്പോൾ മുട്ട സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. എന്നിട്ട് ഇതിനെ നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഇതിനെ നമുക്ക് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിനെ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ എണ്ണ നമുക്ക് യൂസ് ചെയ്യാം. എന്താണെന്നറിയോ, ഈ കോക്കനട്ട് ഓയിലിന് ഭയങ്കര ഒരു സ്ട്രോങ് ടേസ്റ്റും സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഈ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞൊരു ചൈനീസ് ഡിഷല്ലേ, അപ്പോൾ അതിലത് യൂസ് ചെയ്താൽ നമുക്ക് ചില്ലി ചിക്കൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാ സൈഡും ഒരേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ ഡാർക്ക് ആക്കാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഇടയ്ക്ക് ഈ ചിക്കനൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം, എന്നാലേ ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആവുള്ളൂ. നമ്മുടെ ചിക്കൻ ദേ ഇപ്പോൾ പെർഫെക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ ഈ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒട്ടും ഹാർഡായിട്ടില്ല. ഈ കൈ കൊണ്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ എന്ത് സോഫ്റ്റായിട്ടാണ് പോരുന്നത്. ഒട്ടും ഡ്രൈയും ആയിട്ടില്ല ഹാർഡും ആയിട്ടില്ല, നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ വേണം നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റണം. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് 2 സവാള ഞാൻ വലുതായി ചോപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ചില്ലി ചിക്കൻ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ സവാള ഇങ്ങനെ വലുതാക്കി ക്യൂബ്സ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ വേണം നമ്മളിതിൽ ചോപ്പ് ചെയ്തിടാൻ. അപ്പോൾ നമുക്കിതിൽ സവാള കൂടുതൽ നേരെ ഇട്ട് വഴറ്റാൻ പാടില്ല. അതൊന്ന് ജസ്റ്റ് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കമും അതുപോലെ തന്നെ നമുക്ക് വലിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ക്യാപ്സിക്കം ഈ 3 കളർ ഇതിലിടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. സവാളയുടെ പോലെ തന്നെ ക്യാപ്സിക്കമും വേഗം വെന്ത് കിട്ടും. അതുകൊണ്ട് അതിന് കൂടുതൽ നേരിട്ട് നമുക്ക് വഴറ്റണ്ട. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഹൈ ആക്കിയിട്ട് നമുക്ക് 6 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിന് കൂടെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നമ്മുടെ മീഡിയം ടു ഹൈ തന്നെ വെക്കണം. അപ്പോൾ ഈ ഗ്രേവി കുക്കായി വരുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്കൊരു പണി തരാം. ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഓളാക്കി വെക്കണം. നോട്ടിഫിക്കേഷൻ ബെൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ ഇനി നമ്മൾ ഇതുപോലത്തെ ടേസ്റ്റി റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതേ നമ്മുടെ ഗ്രേവി ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഭയങ്കര കട്ടി കുറഞ്ഞതല്ലേ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഗ്രേവി എത്ര വേണ്ടേ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്താ വെച്ചാൽ നമ്മൾ ഈ ഫ്ലെയിം ഓഫാക്കി വെക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഗ്രേവി കട്ടിയാവും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് കുറച്ച് പുളി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പുളി ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഗ്രേവി നമ്മൾ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് കോട്ടാവണം. എന്നിട്ട് ഈ ഗ്രേവി കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ ദാ നമ്മൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഗാർണിഷ് ചെയ്തിടാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ടേസ്റ്റിയായ ചില്ലി ചിക്കൻ വല്ല പൊറോട്ടയോ ഫ്രൈഡ് റൈസോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും എൻജോയ് ചെയ്യാം. ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചില്ലി ചിക്കന് പ്രത്യേക ഒരു രുചിയാണ്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റായ കാജു കത്ലിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടുവരാം കേട്ടോ. ഈ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ചില്ലി ചിക്കൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളും അറിയിക്കുക. നമ്മൾ ദീപാവലി റെസിപ്പീസ് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ നമ്മളെ സെക്കൻഡ് ദീപാവലി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്ക് സ്റ്റേ ഹാപ്പി, ടേക്ക് കെയർ, ബൈ.